എല്ലാ മക്കൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗത്തിലുള്ള ഭാഗം ശ്രദ്ധിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു നാം. എന്താ അർത്ഥം? പേര്. അടുത്തത് എന്താണ്? കക്ഷ, ക്ലാസ്. അപ്പോൾ എന്ത് ചെയ്യണം? അവനവൻ്റെ പേര് എഴുതുക, അവനവൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എഴുതുക. അടുത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്കൂൾ. അവനവൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും എഴുതുക. എന്താണ് അടുത്ത് കാണിക്കുന്നത്? ദുലാരേപ്പൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പ്രിയ നിമിഷങ്ങൾ. ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു കൊച്ചു കവിതയാണ് പഠിക്കാനുള്ളത്. ആ കവിതയുടെ പേരാണ് ധൂപ് ആ ഗയി. എന്താണ്? ധൂപ് ആ ഗയി. ശ്രദ്ധിച്ചല്ലോ? എങ്ങനെയാണ് എഴുതിയിട്ടുള്ള അക്ഷരമൊക്കെ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിച്ചല്ലോ? അപ്പം ഈ കവിത ആരാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? താഴെ ചെറുതായിട്ട് എഴുതിയത് കണ്ടോ നിങ്ങൾ? പ്രയാഗ് ശുക്ൽ അല്ലേ? എന്താ പേര്? കവിത എഴുതിയ ആളുടെ പേരെന്താണ്? പ്രയാഗ് ശുക്ൽ. കണ്ടോ? ശുക്ൽ എന്ന് എഴുതിയത് കാപ്പക്കുത്തി ല. ഇനി നമുക്ക് കവിത വായിക്കാം. ശ്രദ്ധിക്കണേ കുട്ടികളെ. ധൂപ് ആ ഗയി സുബഹ സുബഹ കെ കലിയാ പ്യാരെ പ്യാരെ महके कलियां क्यारे क्यारे महके कलियां इतनी सारी महके. അപ്പം ധൂപ് കണ്ടോ? ധൂപ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ മക്കളെ? എന്താ ഈ ധൂപ് എന്ന് പറഞ്ഞാൽ? വെയിൽ അല്ലേ? ധൂപ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെയിൽ. അടുത്ത എന്താ? സുബഹ് സുബഹ്. എന്താ ഈ സുബഹ് സുബഹ് എന്ന് പറഞ്ഞാൽ? പ്രഭാതം. പ്രഭാതം എന്ന് പറഞ്ഞാലോ രാവിലെ അല്ലേ? അപ്പം കവി പറയുകയാണ് സുബഹ് സുബഹ് കി ധൂപ് ആ ഗയി. രാവിലത്തെ പ്രഭാതത്തിലെ വെയിൽ വന്നു. എന്താ മനസ്സിലായേ? പ്രഭാതത്തിലെ വെയിൽ വന്നു. കലിയാ പ്യാരെ പ്യാരെ महके. എന്തായി കലിയാം എന്ന് പറഞ്ഞാൽ കുട്ടികളെ? കലി എന്ന് പറഞ്ഞാൽ മൊട്ട്. കലിയാം മുട്ടുകൾ. പ്യാരി പ്യാരി മനോഹരമായ. എന്താർത്ഥം? മനോഹരമായ. മെഹക്കി അങ്ങനെ പറഞ്ഞാൽ എന്താ കുട്ടികളെ അർത്ഥം? സുഗന്ധം അല്ലേ? സുഗന്ധം. കലിയാ പ്യാരി പ്യാരി മെഹക്കി. മുട്ടുകൾ, മനോഹരമായ മുട്ടുകൾ സുഗന്ധം പരത്തി. എപ്പോഴ്? പ്രഭാത സൂര്യൻ വന്നപ്പോൾ. പ്രഭാതം വെയിൽ, സൂര്യൻ്റെ വെയിൽ വന്നപ്പോൾ മുട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി. വീണ്ടും പറയുകയാണ് കലിയാം ക്യാരി ക്യാരി മെഹക്കെ. കലി എന്ന് പറഞ്ഞാൽ മുട്ട്. കലിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടുകൾ. അപ്പം കലിയാം ക്യാരി ക്യാരി മെഹക്കെ. കലികൾ. ക്യാരി ക്യാരി പൂന്തടങ്ങൾ. എന്താ ക്യാരി എന്ന് പറഞ്ഞാൽ? പൂന്തടങ്ങൾ. അവിടെയും മണം പരത്തി അല്ലെ? സുഗന്ധം പരത്തി. ആര്? മുട്ടുകൾ, പൂമുട്ടുകൾ. പിന്നെന്താ പറയുന്നത്? കലിയാമിത്നി സാരി മെഹക്കി. മുട്ടുകൾ വളരെയധികം സുഗന്ധം പരത്തി. വീണ്ടും പറയാണ് മുട്ടുകൾ വീണ്ടും സുഗന്ധം പരത്തി. ഇനി അടുത്ത വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹവാ ബഹ് രഹി ടണ്ഡി ടണ്ഡി ഘൂം രഹി വോ ബഹ്കി ബഹ്കി. അപ്പോൾ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഹവാ ബഹ് രഹി ടണ്ഡി ടണ്ഡി ഘൂം രഹി വോ
बहके बहके उड़ती उड़ती आई चिड़िया फुदक फुदक कर वे भी चहकी. അപ്പം പറയാണ് ഹവാ ബഹ് രഹി ठंडी ठंडी. ഹവാ എന്താ മക്കളെ ഈ ഹവ എന്ന് പറഞ്ഞാൽ? ഹവാ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ബഹ്രഹി കാറ്റ് ഒഴുകുകയാണ്. പക്ഷെ ഇവിടെ എന്താ? കാറ്റ് ഒഴുകില്ല. എന്താ ചെയ്യുക? വീശുന്നു. എന്താ ഈ ടണ്ടി എന്ന് പറഞ്ഞാൽ? തണുത്ത അല്ലേ? തണുത്ത കാറ്റ് വീശുന്നു. അടുത്ത വരി എന്താണ്? ഘൂം രഹി വോ ബഹ്കി ബഹ്കി. എന്തായി ബഹ്ക്കിനാന്ന് പറഞ്ഞാൽ ഒഴുകുക. പക്ഷെ ഇവിടെ എന്താണ്? കാറ്റ് വീശുകയാണ്. എങ്ങനെ? ഘൂം രഹി കറങ്ങിക്കൊണ്ട്. വഹ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് ആരാ? കാറ്റ്. ബഹ്ക്കി വഹിക്കി വീശി ചുറ്റിയടിക്കുകയാണ് കാറ്റ്. ഇപ്പോൾ രണ്ടാമത്തെ വരിയിലെ സാരാംശം മനസ്സിലായല്ലോ. ഇനി എന്താ അടുത്ത വരിയിൽ എന്താ കവി പറയുന്നത്? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷി. ചിടിയാന്ന് പറഞ്ഞാലോ പക്ഷികൾ. ആയി വന്നു. എങ്ങനെ വന്നു? ഉടുത്തി. ഉടിന എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? പറക്കുക. പറന്ന് വന്നു. എങ്ങനെയാണ് അവർ വന്നത്? ഫുദക്ക് ഫുദക്ക് കറുവേ ബി ചഹക്കി. പറന്ന് പക്ഷികൾ വന്നു. പിന്നെയോ ഫുദക്ക് ചാടിക്കൊണ്ട്. വേ അവർ. ആരായിരിക്കും അവർ? പക്ഷികൾ. ചഹക്കിന ചിലക്കുക. പക്ഷികൾ ചിലച്ചു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പക്ഷികളും ചാടിക്കൊണ്ട് ചിലച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കിപ്പം കാര്യം മനസ്സിലായോ?